Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബെൻഡ് മോഡിഫയറിനെ കുറിച്ചാണ്. അതിനായി നമുക്ക് ആദ്യം ഒരു ബോക്സും ഒരു സിലിണ്ടറും വരച്ചു കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ബോക്സ് വരച്ചു കൊടുത്തു. അതേപോലെ ഒരു സിലിണ്ടറും വരച്ചു കൊടുത്തു. എസ്കേപ്പ് കൊടുത്തു. ഞാൻ ഈ ഒരു വ്യൂ വലുതാക്കണം. Alt W പ്രസ് ചെയ്തു. ഈ ഒരു ബോക്സ് ഞാൻ ബെൻഡ് ചെയ്യാം. ബോക്സ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡിഫൈ എന്ന ടാബിൽ മോഡിഫയർ ലിസ്റ്റിന്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബെൻഡ് ആണ് വേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക BEND, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. മോഡിഫയർ ലിസ്റ്റ് ബെൻഡ് BEN ബെൻഡ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ബെൻഡ് എന്ന ഓപ്ഷൻ വന്നു. അതിനുശേഷം ആ മോഡിഫയറിന്റെ പാരാമീറ്റേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഏത് ആക്സസിലാണ് ഡീഫോൾട്ട് ആയിട്ട് സെഡ് ആക്സസിലാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. എത്ര ആംഗിൾ ബെൻഡ് ചെയ്യണം? ഒരു 45 ഡിഗ്രി ബെൻഡ് ചെയ്യണമെങ്കിൽ 45 ഡിഗ്രി ബെൻഡ് ചെയ്ത് കണ്ടാം. 45 ബെൻഡ് ചെയ്തു. 90 വേണ്ടെങ്കിൽ 90. ഇപ്പൊ സെഡ് ആക്സസിൽ ബെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പാണ് കിട്ടുക. Y ആക്സസിലാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഷേപ്പാണ് കിട്ടുക. X ആക്സസിലാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഷേപ്പാണ് കിട്ടുക. നമ്മൾ സെഡ് ആക്സസിൽ ബെൻഡ് ചെയ്തു. ഇനി ബെൻഡ് ചെയ്ത് തന്നെ നമുക്ക് വാല്യൂ മാറാണ്ട് ജസ്റ്റ് റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ കണ്ടാം, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡയറക്ഷന്റെ വാല്യൂ നമ്മൾ മാറ്റുന്നത്. നമ്മുടെ ബോക്സിന്റെ സെഗ്മെന്റ്സ് കുറച്ച് ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ലെങ്ത് സെഗ്മെന്റ്, വിഡ്ത് സെഗ്മെന്റ്, ഹൈറ്റ് സെഗ്മെന്റ് കണ്ട. അപ്പോ ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ട്. ഹൈറ്റ് സെഗ്മെന്റ് കൊടുത്തപ്പോൾ ആദ്യം ഒരു കറക്റ്റ് ഇങ്ങനെ ഒരു എഡ്ജ് പോലത്തെ ഷേപ്പ് ആയിരുന്നു. ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ കണ്ട വ്യത്യാസം വരുന്നു. വീണ്ടും ഒരു സെഗ്മെന്റ് ആഡ് ചെയ്തു, അപ്പൊ വ്യത്യാസം വരും. ഓരോ ബെൻഡിനനുസരിച്ചുള്ള ഷേപ്പിൽ വ്യത്യാസം വരും. ബെൻഡിൽ Y ആക്സിസ് കൊടുത്തു, അപ്പൊ കണ്ട കുറച്ചുകൂടി ഷേപ്പ് വന്നു. സെഗ്മെന്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഷേപ്പ് വ്യത്യാസം വരും. ഞാൻ ബോക്സ് കൊടുത്തു, അതിൽ സെഗ്മെന്റ് വ്യത്യാസം വരുത്തുന്നു കേട്ടാ. സെഗ്മെന്റ് ആഡ് ചെയ്തു. സെഗ്മെന്റ് എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് ബെൻഡ് ചെയ്യുമ്പോഴുള്ള പ്രോപ്പർട്ടീസും വ്യത്യാസം വരും. ഏത് ആക്സിസിലാണോ ബെൻഡ് ചെയ്യുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ സെഗ്മെന്റ് X ആക്സിസിൽ സെഗ്മെന്റ് വ്യത്യാസം വരുത്തുക കണ്ട. ഇപ്പൊ ഇവിടുത്തെ സെഗ്മെന്റ് വ്യത്യാസം വരുത്തിയപ്പോൾ ആ ഷേപ്പേ മാറും. അപ്പോൾ ഓരോ ആക്സിസിന്റെ സെഗ്മെന്റ്, ലെങ്ത് സെഗ്മെന്റ്, വിഡ്ത് സെഗ്മെന്റ്, ഹൈറ്റ് സെഗ്മെന്റ്, ഇത് മൂന്നും XY Z ആക്സിസിൽ നമ്മൾ ബെൻഡ് ചെയ്യിക്കുമ്പോൾ സെഗ്മെന്റ് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബെൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഷേപ്പ് കിട്ടും. നമ്മൾ ഇതേ പ്രോപ്പർട്ടി ഇപ്പൊ സർക്കിൾ സിലിണ്ടറിലാണ് കൊടുക്കുന്നതായിരിക്കുക. മോഡിഫൈ ലിസ്റ്റിന്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതാണോ വേണ്ടത് ബെൻഡ്, അപ്പൊ ജസ്റ്റ് സ്ക്രോൾ ചെയ്തതിനു ശേഷം ബെൻഡ് എന്ന പ്രോപ്പർട്ടീസ് എടുക്കുക. ബെൻഡ് പ്രോപ്പർട്ടീസ് എടുത്തതിനു ശേഷം ജസ്റ്റ് ആംഗിൾ എത്രയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 180 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോ സിലിണ്ടറിന്റെ പ്രോപ്പർട്ടീസ് എടുത്തു. സിലിണ്ടറിന്റെ പ്രോപ്പർട്ടീസ് എടുത്തതിനു ശേഷം ജസ്റ്റ് ഹൈറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തു, റേഡിയസ് കുറച്ച് ഡിക്രീസ് ചെയ്തു. നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. അതിനുശേഷം ബെൻഡ് എന്ന പ്രോപ്പർട്ടീസ് എടുത്തു. നമ്മൾ സെഡ് ആക്സിസിലാണ് ബെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ Y ആക്സിസിൽ ബെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പാണ് കിട്ടുക. X ആക്സിസിൽ ബെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും. നമ്മൾ സെഡ് ആക്സിസ് തന്നെ ബെൻഡ് ചെയ്തു. കണ്ട 1 2 3 4 5 പീസ് ആണ് ഉള്ളത്. അതായത് സിലിണ്ടറിന്റെ 5 സെഗ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഹൈറ്റ് സെഗ്മെന്റ് നമ്മളിപ്പോൾ ഇൻക്രീസ് ചെയ്താൽ കറക്റ്റ് സർക്കുലർ ഷേപ്പ് കിട്ടും. ഡിക്രീസ് ചെയ്താൽ അതിനനുസരിച്ച് പീസ് കഷ്ണങ്ങളായിട്ട് കുറച്ച് വരും. ഇനി നമ്മൾ ബെൻഡ് പ്രോപ്പർട്ടീസിൽ തന്നെ ഇപ്പൊ നമ്മൾ 180 ആംഗിൾ ബെൻഡ് ചെയ്തിട്ടുള്ളത്. അവിടെ 360 കൊടുത്താൽ കണ്ട കറക്റ്റ് അത് സ്റ്റാർട്ടിങ്ങും എൻഡിങ് പോയിന്റ് ഒരു കണക്ട് ചെയ്തിട്ട് ഒരു സർക്കുലർ ഷേപ്പ് കിട്ടും. അപ്പൊ നമ്മൾ സിലിണ്ടറിന്റെ കറക്റ്റ് സർക്കുലർ ഷേപ്പ് കിട്ടണമെങ്കിൽ ജസ്റ്റ് സിലിണ്ടർ എടുത്തിട്ട് ഹൈറ്റ് സെഗ്മെന്റ് ഇൻക്രീസ് ചെയ്താൽ കറക്റ്റ് ഹൈറ്റ് സെഗ്മെന്റ് കിട്ടും. നോട്ട് ഹൈറ്റ് സെഗ്മെന്റ് ഇൻക്രീസ് ചെയ്താൽ കറക്റ്റ് ഷേപ്പ് കിട്ടും. അതേപോലെ ഞാൻ ബെൻഡിന്റെ പ്രോപ്പർട്ടീസിലാണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. ഞാൻ 360 180 കൊടുത്തു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇതിപ്പോ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ബെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിമിറ്റ് എഫക്ട് കൊടുത്തതിനു ശേഷം എഫക്ട് കൊടുത്തപ്പോൾ രണ്ടിലും 0 ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ബെൻഡ് ചെയ്തിട്ടില്ല. നമുക്ക് അപ്പർ ലിമിറ്റിൽ നിന്ന് ബെൻഡ് ചെയ്യിക്കണമെങ്കിൽ ജസ്റ്റ് അപ്പർ ലിമിറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാം. കണ്ട അപ്പർ ലിമിറ്റിൽ വാല്യൂ മാത്രം ഇൻക്രീസ് ചെയ്യുന്നു. നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക കണ്ട. അപ്പർ ലിമിറ്റില് അതായത്
അപ്പർ ലിമിറ്റ് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ആണോ, സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണോ, സെന്റർ എന്ന് പറഞ്ഞാൽ ബേസ് പോയിന്റ്, പിവറ്റ് പോയിന്റ്, അതായത് ഇതിൽ ബെൻഡ് ചെയ്യുന്നത് എവിടെ നിന്നാണോ അതാണ് സെന്റർ പോയിന്റ്. അപ്പൊ അത് പിവറ്റ് പോയിന്റ് ആണ്. പിവറ്റ് പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണോ നമുക്ക് ബെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ബാക്കിയുള്ള ഏരിയയിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതായത് ഇവിടുന്ന്, അതായത് സെന്റർ പറഞ്ഞാൽ പിവറ്റ് പോയിന്റ്, അതായത് ഈ ഒബ്ജക്റ്റിന്റെ പിവറ്റ് പോയിന്റ് ഇതാണ്. ഇവിടെ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ ബെൻഡിന്റെ വ്യത്യാസം വരുള്ളൂ. കണ്ടോ, അത് കൂട്ടും തോറും എത്ര ഡിസ്റ്റൻസ് ആണോ ആ ഡിസ്റ്റൻസിൽ മാത്രം ബെൻഡിന്റെ എഫക്ട് വരും. അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു പോർഷനിൽ ബെൻഡിന്റെ എഫക്ട് വരില്ല. അതിനാണ് അപ്പർ ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. ലിമിറ്റ് എഫക്ട് ഓഫ് ആക്കി കൊടുത്താൽ സാധാരണ രീതിയിൽ വരും. ഇനി ബെൻഡിൽ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഗിസ്മോ പറഞ്ഞാൽ ഈ നമ്മൾ വരച്ച ആ ഒബ്ജക്റ്റിന്റെ കവർ ചെയ്തിട്ട് ഒരു ബോക്സ് വരും. അപ്പൊ ആ ബോക്സ് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് W കൊടുക്കുക. മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒബ്ജക്റ്റിൽ വ്യത്യാസം വരുന്നതാണ്. കണ്ടോ, അതേപോലെ സ്കെയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും വ്യത്യാസം വരും. ഒരു ബോക്സ് വരും അതിന് കവർ ചെയ്തിട്ടുള്ള ആ ബോക്സ് വ്യത്യാസം വരുത്തിയിട്ട് നമുക്ക് അതിനനുസരിച്ച് വ്യത്യാസം വരുത്താം. സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിലിനനുസരിച്ച് നമ്മുടെ ഒബ്ജക്റ്റിൽ വ്യത്യാസം വരും. അതാണ് ഗിസ്മോ. അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഉണ്ട്, സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ബെൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, അതാണ് സെന്റർ. അത് സാധാരണ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പിവറ്റ് പോയിന്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ പിവറ്റ് പോയിന്റ് ഇവിടെയാണ്. അപ്പൊ സെന്റർ നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് സെന്റർ ചെയ്യാം. പക്ഷെ സെന്റർ നമുക്ക് മൂവ് ചെയ്യാൻ മാത്രമേ പറ്റൂ, സ്കെയിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. എവിടേക്കാണ് സെന്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെന്റർ ചെയ്യുന്നതനുസരിച്ച് ആ ഒബ്ജക്റ്റ് വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ സെന്റർ ചെയ്യുന്ന വിചാരിക്കുക. ഞാൻ ആദ്യം നമ്മളിപ്പോ സെന്ററിൽ നിന്ന് ഒറ്റയടിക്ക് വേറെ ഒബ്ജക്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, അപ്പൊ ഞാൻ ഈ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം സെന്ററിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് ഫോഴ്സ് ചെയ്യുക, സെന്ററിൽ നിന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ ബെൻഡിലേക്ക് എത്തി. ഇനി ഈ ഒബ്ജക്ട് സെലക്ട് ചെയ്താൽ നമുക്ക് ഒബ്ജക്ട് സെലക്ട് ചെയ്യാൻ പറ്റും. നേരെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒബ്ജക്റ്റിൽ നമ്മൾ ബെൻഡ് ഓപ്ഷനിൽ സെന്റർ പ്രസ് ചെയ്തു. അതിനുശേഷം സെഡ് ആക്സിസ് ആണ് കൊടുത്തുള്ളത്. നമ്മളിപ്പോ സെന്റർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട, സെന്റർ മാറ്റുന്നതനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോ 180 ഡിഗ്രി കൊടുത്തു വിചാരിക്കുക. അതിന്റെ പ്രോപ്പർട്ടി, ബോക്സിന്റെ പ്രോപ്പർട്ടിയിൽ ഹൈറ്റ് നമ്മൾ നന്നായി ഇൻക്രീസ് ചെയ്ത് വിചാരിക്കുക. അതിന്റെ സെഗ്മെന്റ്സും കുറച്ച് കൂടുതൽ കൊടുക്കുക, ഹൈറ്റ് സെഗ്മെന്റ്. സെന്റർ ഓപ്ഷൻ മാറ്റി. സെന്റർ ഓപ്ഷൻ ഇപ്പൊ ഇവിടെയാണ്. അത് മാറ്റിയിട്ട് നമ്മൾ എവിടേക്കാണോ മാറ്റുന്നത് അവിടെ നിന്നാണ് ബെൻഡ് സ്റ്റാർട്ട് ചെയ്യുക. ഈ 180 ഉള്ളത് മാറ്റി 90 കൊടുത്തു വരിക. അതിനുശേഷം സെന്റർ മാറ്റുന്നതനുസരിച്ച് ഒബ്ജക്റ്റ് വ്യത്യാസം വരുന്നതാണ്. ഞാൻ ഇവിടെ 2 സിലിണ്ടർ വരച്ചിട്ടുണ്ട്. 2 സിലിണ്ടറിലും ബെൻഡ് മോഡിഫയറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ ബെൻഡ് മോഡിഫയറിൽ സെന്റർ ഓപ്ഷൻ ഏറ്റവും ബോട്ടത്തിലാണ് ഇരിക്കുന്നത്. അതായത് ബെൻഡ് മോഡിഫയർ എടുത്തു, സെന്റർ ഓപ്ഷൻ അതായത് ഏറ്റവും ബോട്ടത്തിലാണ് ഉള്ളത്. അത് ഞാൻ മൂവ് ചെയ്തിട്ട് സെന്ററിൽ വെച്ചു. അതിനുശേഷം ഞാൻ ആംഗിൾ ഒരു 180 കൊടുത്തു വരിക. കണ്ടോ, ഇത് ബെൻഡ് ചെയ്തുള്ള ഈ ഒരു ഷേപ്പിലാണ്. ഞാൻ അതേ ഒബ്ജക്റ്റിനെ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിന്റെ നമുക്ക് ഈ ഒബ്ജക്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ ബെൻഡിലേക്ക് പോയി. അതിനുശേഷം ഈ ഒബ്ജക്ട് സെലക്ട് ചെയ്തു. ഈ ഒബ്ജക്റ്റിന്റെ ബെൻഡിന് നമ്മൾ 180 ഡിഗ്രി തന്നെ കൊടുക്കുക. ഇവിടുത്തെ സെന്റർ ചെയ്യാൻ മാറ്റില്ല. സെന്റർ പിവറ്റ് പോയിന്റ് ബേസിൽ തന്നെ ഉള്ളത്. ഈ ഒബ്ജക്റ്റിൽ നമ്മൾ സെന്റർ ബേസ് പോയിന്റ് സെന്ററിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ ഈ ഒബ്ജക്റ്റിന് യാതൊരു മാറ്റം വരുത്താണ്ട് ഞാൻ ഇവിടെ ആംഗിൾ 180 ഡിഗ്രി തന്നെ കൊടുക്കുക. കണ്ടോ, അപ്പൊ വ്യത്യാസം വന്നത് ഇങ്ങനെയാണ്. അതായത് ബെൻഡ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകും. ഈ ഒബ്ജക്റ്റിലാണ് ബെൻഡ് സ്റ്റാർട്ട് ആയത് ഈ ഒരു പോയിന്റിൽ നിന്ന്. അതിന്റെ സെന്റർ എവിടെയാണ്? സെന്റർ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ എവിടെയാണ്? സെന്റർ ഇവിടെ തന്നെയാണ്. ആ സെന്റർ നമുക്ക് മൂവ് ചെയ്തിട്ടില്ല. സെന്റർ ഇനി മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരും. കണ്ടോ, സെന്റർ ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ആ ഒരു ഷേപ്പ് എത്തി. സെന്റർ കൂടെ വെച്ചപ്പോൾ ഈ ഒരു ഷേപ്പ്. കേട്ടോ, ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരും. അതാണ് സെന്റർ വെച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റ് വ്യത്യാസം വരുത്താം. ഒബ്ജക്റ്റിൽ കുറച്ച് മാറ്റം വരുത്താൻ പറ്റും. അതായത് ഈ 2 ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഡിസ്പ്ലേ സെന്റർ ഇത്രയും നമ്മൾ ബെൻഡിൽ പഠിക്കാം. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.